സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോഴും വീണ്ടും ബാലഭാസ്കർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, അതായത് ആ മനുഷ്യൻ കൊല്ലപ്പെട്ടതൊക്കെ നമുക്കറിയാം. ഒരു ആക്സിഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്, കൊലപാതകമാണെന്ന് പറയുന്നുണ്ട്, കരുതിക്കൂട്ടി ചെയ്താണെന്ന് പറയുന്നുണ്ട്. ഇതേതാണെന്നൊന്നും നമുക്കറിയില്ല കൃത്യമായിട്ട്. പക്ഷേ ആ കേസ് എന്ന് പറയുന്നത് ലോക്കൽ പോലീസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും എല്ലാവരും അന്വേഷിച്ചതാണെന്നാണ് പറയുന്നത്. ഏതായാലും ഓരോ ദിവസം കഴിയുന്നതിന് ഓരോരോ ഉത്തരങ്ങൾ, ഓരോരോ ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ബാലഭാസ്കറിൻ്റെ മരണത്തെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ വരുന്നത്. വേറെ ഒന്നുമല്ല, ബാലഭാസ്കറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിച്ചെറ്റകളായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും ക്രിമിനലുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിരവധി കേസുകളിൽ പ്രതിയുമായ ആൾക്കാർ തന്നെയായിരുന്നു ബാലഭാസ്കറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതാണോ, ഇനി അപകടം എന്ന് പറഞ്ഞത് സൃഷ്ടിച്ചതാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇത് പറയാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ വായും തുറക്കുന്നില്ല. അയാളാണെങ്കിൽ എന്ന് പറയുന്നത് എന്താണ്, ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊന്നും അറിയില്ല രാമനാരായണ. ഈടോ എനിക്കുള്ള ദണ്ണം പോലും അല്ലെങ്കിൽ മറ്റു നാട്ടുകാർക്കുള്ള ദണ്ണം പോലും സ്വന്തം ഭാര്യയ്ക്കില്ല. ഇതാണ് പറയുന്നത്. അടുത്ത് ഭാര്യയ്ക്ക് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലഭാസ്കറിൻ്റെ മറ്റേ പൂന്തോട്ടത്തിലെ അമ്മച്ചിയും ഇവരൊക്കെയാണ് വലുത്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറികളൊക്കെ തള്ളിപ്പറയണം. എന്തിന് ഇവരെയൊക്കെ കൂട്ടുപിടിക്കുന്നത്? തൻ്റെ ഭർത്താവിൻ്റെയും മകളുടെയും മരണത്തിന് ഉത്തരവാദിയായ ഈ ടീമുകളെ എന്തിനാണ് ഇങ്ങനെ കൂട്ടുപിടിച്ചിങ്ങനെ നല്ലതാക്കി കാണിക്കുന്നത്? തള്ളിപ്പറഞ്ഞേക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, പൂന്തോട്ടത്തിലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും അറിയാം ബാലഭാസ്കറിൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഇവരുടെ കൂടത്തിൽ ആൾക്കാർക്ക് തന്നെ അറിയാം. ഇവറ്റകളെ പിടിച്ചിട്ട് 4 എണ്ണം പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മണി പോലെ ഓമാർ പറയും. പക്ഷെ അതെങ്ങനെയാ ഇവരെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ പൈസ എറിയലല്ലേ അങ്ങോട്ട്. അതായത് ഒരു മരിച്ച ഒരു വ്യക്തിയുടെ ഫോണ് ഒരു ബന്ധവും ഇല്ലാതെ, അതായത് ബാലഭാസ്കറിന്റെ പ്രോഗ്രാം കൊടുക്കുന്നു എന്നുള്ള ഒരു ബന്ധം മാത്രമുള്ള ഒരു എന്തോ ഒരു പേര് പറയുന്നുണ്ട്. അവന്റെ കയ്യിൽ 4 ദിവസം വെക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ അകത്ത് എന്താണ് നടന്നിട്ടുണ്ടാകുക. പ്രധാനപ്പെട്ട എല്ലാ തെളിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാദ്യം തന്നെ മായ്ച്ചു കളഞ്ഞു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ദുരൂഹതകൾ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്കെല്ലാം അറിയാം, ഇല്ലെങ്കിൽ ലക്ഷ്മി മിണ്ടാതിരിക്കുന്നതാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആ ഒരു പെൺകുട്ടിക്ക് കുഴപ്പമില്ല, പിന്നെ എല്ലാവർക്കും നിങ്ങൾക്കാണോ കുഴപ്പം എന്നൊക്കെ ചില കമൻറ്റുകൾ ഞാൻ കണ്ടു. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ചോരക്ക് അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല. അതായത് അച്ഛനോ അമ്മക്കോ അങ്ങനെ മാറിയിരിക്കാൻ കഴിയില്ല. അവരുടെ അവരുടെ മകനാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നുണയാണെന്നോ അല്ലെങ്കിൽ ഇത് ശരിയല്ല, ഈ ഒരു വാർത്ത ശരിയല്ല എന്നൊന്നും പറഞ്ഞിട്ട് അവർക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകൻ അവർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. 21 വർഷം അവർ വളർത്തിയ ആ മകന് അങ്ങനെ ഒരു ദുര്യോഗം സംഭവിച്ചപ്പോഴേ എനിക്ക് എത്രത്തോളം കൊള്ളരുതാത്ത മകനായാലും തൻ്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, നിയമ പോരാട്ടത്തിന് വരുന്നുണ്ട്. പക്ഷെ അതുപോലും ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഭാര്യയ്ക്ക്, അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ തള്ളിപ്പറയാൻ പോലും ആ ഭാര്യയ്ക്ക് കഴിയാത്തതെന്ന് പറഞ്ഞ ദുരൂഹത തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. അതായത് നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും എന്ന് പറഞ്ഞാൽ ഇതൊരു അപകടമാണെന്നോ ഒരു അപകട മരണമാണെന്നോ ഒന്നും എനിക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. കാരണം അതായത് ഇത്രയും നല്ലൊരു ഇടിച്ചിട്ട് പുറകിൽ കിടക്കുന്ന ബാലഭാസ്കർ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നിൽ കയ്യിലിരുന്ന കുട്ടി മരിച്ചിട്ടുണ്ട്. ഈ ലക്ഷ്മിക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഈ ഇടിച്ച ഡ്രൈവർക്കും മാത്രം ഒരു പോറലും ഇല്ലാതെ അവൻ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് അപകടമാണോ ഇത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇതെന്ത് അപകടം എന്നാണ് ഇവർ പറയുന്നത്? അതുമാത്രവുമല്ല, അതിൻ്റെ പുറകിൽ വന്ന ഈ സോബി എന്ന് പറയുന്നവൻ പലതും കണ്ടു എന്ന് പറയുന്നത്. അയാളിപ്പോൾ വെറുതെ എന്ന് പറയാം. അയാൾക്ക് വെറുതെ ഫെയിം കിട്ടാനോ അല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു സംഭവം കിട്ടാനോ അയാൾ അങ്ങനെ വെറുതെ പറയുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഇതിൻ്റെ അകത്തെന്തോ കാര്യമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രതികളൊക്കെ കിട്ടുവാടുന്ന്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുൻ എന്ന് പറയുന്നവനുണ്ടല്ലോ, അതായത് ഈ ബാലഭാസ്കറിൻ്റെ വണ്ടി ഓടിച്ചേ, അവൻ എത്ര കേസുകളിൽ പ്രതിയാണ്. ഒരാളെ കൊല്ലാൻ പോലും അവനൊരു കുഴപ്പവുമില്ല. അവൻ അങ്ങനെയുള്ളൊരു ക്രിമിനലാണ്. എന്നിട്ടും ഈ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ആ ഒരു അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മനോരമയിൽ. ആ ഇൻ്റർവ്യൂവിൽ ലഘൂകരിച്ച് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അവനെ നമുക്കറിയാം ഒരു കുഴപ്പവും. ആ ചെറുക്കൻ പണ്ടേ വഴിയാണ്. അവൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം ഇവനെയൊക്കെ വീട്ടിൽ നിന്ന് തള്ളിയതാണ്. ഈ വീട്ടിൽ നിന്ന് തല്ലി പുറത്താക്കിയതാണ് ഇതിനൊക്കെ. കാരണം ഇതിനെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഇങ്ങനെയുള്ള ടീമിനെയാണ് അമ്മാവൻ്റെ കൂട്ടുകാരനായ ബേലവേസ്കർ കൊണ്ടുപോയിട്ട് സൽക്കരിച്ചിട്ട് ഒരു തൊഴിലുമാക്കി കൊടുത്തു എന്ന് പറയുമ്പോഴേ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ദുരൂഹതയില്ലേ.
അതുമാത്രമല്ല, ഇവനൊന്നും ഈളക്കുട്ടിയൊന്നുമല്ല. 2 or 3 കവർച്ച കേസുകളിൽ, സ്വർണം പൊട്ടിക്കുന്ന കേസുകളിലൊക്കെ പ്രതിയാണ്. കൊടും ക്രിമിനലാണ് ബാലഭാസ്കറിന്റെ കൂടെ അന്ന് സഞ്ചരിച്ച ഡ്രൈവർ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത്രയും തെളിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ ആ അച്ഛനും അമ്മക്കും മിണ്ടാതിരിക്കാൻ കഴിയോ? നിങ്ങൾ തന്നെ ഒന്ന് പറ. ആ അച്ഛനെ നമുക്ക് കുറ്റം പറയാൻ കഴിയോ? അമ്മയെ നമുക്ക് കുറ്റം പറയാൻ കഴിയോ? അതുപോലെ സഹോദരി പ്രിയയെ നമുക്ക് കുറ്റം പറയാൻ കഴിയോ? ഒരിക്കലും പറയാൻ കഴിയില്ല. അവരൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവനുള്ള സംശയമാണ്. ഈ സംശയമൊന്നും ഇല്ലാത്തത് പിന്നെ ഇവൻ്റെ ഭാര്യയ്ക്ക് മാത്രമാണ്. അതായത് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഇവൻ്റെ ഭാര്യയ്ക്ക് മാത്രമാണ്. പിന്നെ ഞാനിവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാട്ടോ. അവൻ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. എന്തൊരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണെന്നറിയാം. ഈ പുല്ലൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയായിരുന്നു അല്ലേ? നല്ല അടിപൊളി. പിന്നെ പുലിയൊന്നും ഇല്ലാണ്ടെന്നാ മതി, അത്രയും വേണ്ടുമായിരുന്നു. കാരണം വല്ല പുലിയും കാറ്റുണ്ടെങ്കിൽ ഓടേണ്ടി വരുമായിരുന്നു. അല്ല ഇങ്ങനത്തെ കാടുകളിൽ, ഈ അടിക്കാടുകളിലൊക്കെ അന്ന് പുലികളൊക്കെ പതുങ്ങി കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബാലഭാസ്കറിന്റെ മരണം ഇനി ആരും കുത്തിപ്പൊക്കിയിട്ടില്ലെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പൊങ്ങി വരും എന്നുള്ളതാണ്. അതായത് ബാലഭാസ്കറിന്റെ എന്തോ ഒരു അദൃശ്യ ശക്തി, ഇല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ 1.5 വയസ്സുള്ള ആ ഒരു കുഞ്ഞിൻ്റെ എന്തോ ഒരു അദൃശ്യ ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാ വർഷവും ആ ഒരു സമയമാകുമ്പോഴേ ബാലഭാസ്കറിൻ്റെ കേസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സംഭവം നടന്നിട്ട് 6 വർഷമായി. ഈ 6 വർഷമായിട്ടും ഈ ഒരു കേസ് ഒരു തരത്തിലും വിട്ടുപോയിട്ടില്ല. അതിങ്ങനെ നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചില ഉത്തരങ്ങൾ തെളിയിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നില്ലേ, ഒരു പ്രപഞ്ചത്തിലുള്ള ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന്. ആ ഒരു ശക്തി വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോഴും ബാലഭാസ്കറിന്റെ ആത്മാവ് വരെ കരയുന്നുണ്ടാകും. അയാൾ വിശ്വസിച്ച, അയാൾ പിന്നെ എന്താ പറയുക, പ്രാണനെ പോലെ കൂടെ കൊണ്ട് നടന്ന, ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും വരെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത സുഹൃത്തുക്കൾ. കാരണം അയാൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളായിരുന്നു. ഈ സുഹൃത്തുക്കൾ വരെ ചതിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് അയാൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ 6 വർഷമായിട്ടും ആ ഒരു ആത്മാവിൻ്റെ ശക്തിയും ആ ഒരു കേസ് ഇതുപോലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് തെളിയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഈ കേസിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ മറ്റൊരു കാര്യം കേട്ടാ, കാരണം ഒരു സാധാരണക്കാരനല്ല ഇതിൻ്റെ ഒന്നും പ്രതികൾ എന്ന് പറഞ്ഞാൽ വമ്പന്മാരാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിപാടുള്ളവരാണ്, പൈസയുള്ളവരാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് എന്താ പറയേണ്ടത്, ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം ശിക്ഷ കിട്ടും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ ഒരാൾക്ക് ഈ സംഭവമെല്ലാം അറിയാം. അയാൾ തുറന്ന് പറഞ്ഞാൽ ഇവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അയാളും പക്ഷേ ആരെയോ പേടിച്ചിട്ടേക്കാൻ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ എൻ്റെ ഒരു അഭിപ്രായം, നമ്മൾ പൊതുജനങ്ങൾ ഇതിൽ നിന്ന് പിന്മാറൂല. അതായത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മൾ പിന്മാറില്ല. നമ്മളെ ബാലഭാസ്കറിനെ, നമ്മൾ സ്നേഹിക്കുന്ന ബാലഭാസ്കറിൻ്റെ മരണത്തിന് ഉത്തരവാദി ആര് ആണ് എന്ന് കണ്ടെത്തുന്നത് വരെ നമ്മളതിൽ പോരാടിക്കൊണ്ടിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.